മമ്മി, ആര് വിചാരിച്ചാലും നടക്കാത്ത കാര്യം ഈ ശ്രേയ നടത്തും. എല്ലാരും പറയാറുണ്ടല്ലോ വിധിയെന്ന്. അത് ഞാൻ മാറ്റി എഴുതും. നീ വിചാരിക്കുന്നത് പോലെ നടക്കാവൂ മോളെ. പക്ഷേ ബാലമാഷിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാ ഒരു സംശയം. അയാള് വാശി പിടിച്ച് കല്യാണത്തിന് പങ്കെടുക്കില്ലെന്ന് പറഞ്ഞ നീ എന്തു ചെയ്യും? മാഷിനെ ഓരോന്ന് പറഞ്ഞ് എരികേറ്റാനായി ചാരു മുന്നിലുണ്ടാവും. അവൾക്ക് സപ്പോർട്ടായി ആകാശും. അവരുടെ എതിർപ്പുകളെ തരണം ചെയ്ത് എങ്ങനെ കല്യാണം നടക്കുമെന്നാ നീ വിശ്വസിക്കുന്നത്? മമ്മി, 2 പേർ തമ്മിൽ തല്ലുണ്ടായെന്ന് വിചാരിക്കാം. ആര് ജയിക്കും? അതിൽ കൂടുതൽ ശക്തി ആർക്കാണോ അയാള്. അപ്പോ ശക്തി കുറഞ്ഞയാള്? അയാള് തോൽക്കും. ഈ കാര്യം മമ്മി മാത്രമല്ല, ലോകത്തിലെ ഒട്ടുമിക്ക ആൾക്കാർ ഇങ്ങനെ വിശ്വസിക്കുന്നത്. പക്ഷേ എന്റെ വിശ്വാസം അങ്ങനെയല്ല. വീക്കായവനും തല്ലി ജയിക്കാൻ പറ്റും. അതെങ്ങനെയാ മോളെ? ശക്തിയുള്ളവൻ മറ്റവനെ എടുത്തെറിഞ്ഞു കളയും എങ്ങോട്ടെങ്കിലും. ഇല്ല മമ്മി, പവർഫുൾ ആയിരിക്കുന്നവന്റെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി ഒരു പൂട്ട് പൂട്ടിയാ അവന് താഴെയിടാം. ചാരുവിന്റെ വീക്ക്നെസ് ആണ് ഈ കല്യാണത്തിന്റെ കാര്യത്തിൽ എന്നെ ജയിപ്പിക്കാൻ പോകുന്നത്. ചാരുവിന്റെ വീക്ക്നെസ് എന്താണെന്ന് അറിയോ മമ്മിക്ക്? ഇല്ല. കൂട്ടുകുടുംബമായിട്ട് ജീവിക്കണം, അതിൽ നിന്നും ആരും വേർപിരിഞ്ഞു പോകരുതെന്ന അവളുടെ ആഗ്രഹം. അത് ഞാൻ യൂസ് ചെയ്യും. കുടുംബത്തിലുള്ളവർ പിരിഞ്ഞു പോവാതിരിക്കാനായി അവൾ ബാലൻ മാഷിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അയാളെ മണ്ഡപത്തിലെത്തിക്കും. മമ്മി കണ്ടോ? ആരാ മോളെ? ഹേമയാ. ആന്റി, മോളെ, മറ്റന്നാ കല്യാണമല്ലേ? അത് കഴിഞ്ഞ് മോൾ ഇവിടെ വന്ന് കേറുമെന്ന് ആലോചിക്കുമ്പോ ഭയങ്കര സന്തോഷ. എനിക്കും അതെ ആന്റി. അതെനിക്കറിയാലോ മോളെ. ആ കാലമാട മാഷ് കല്യാണത്തിന് വരുമെന്നോ താലി എടുത്തു തരുമെന്നോ പങ്കെടുക്കുമെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എല്ലാം ഞാൻ തന്നെ മുന്നിൽ നിന്ന് നടത്തണ്ടേ? എന്തായാലും മോക്ക് ഇവിടെ വന്ന് കേറാലോ. മോളിവിടെ വന്നാ പിന്നെ 3 എണ്ണത്തിന് ചക്രശ്വാസം വലിപ്പിക്കണം. ആന്റി, എന്റെ കല്യാണം അന്തസ്സോടെ നടക്കും. ആരും വിട്ടു നിൽക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞതുപോലെ മാഷിനെ പങ്കെടുപ്പിച്ച് എന്റെ വാശി ജയിച്ചിട്ട് വേണം ഞാൻ അവിടെ കേറി വരാൻ. അവരെ തോൽപ്പിച്ച് കേറി വന്നവളാണ് ഈ മരുമകൾ എന്ന ഭയം അവരുടെ ഉള്ളിൽ ഉണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ ആന്റിക്ക്? അപ്പോ മോള് തീരുമാനിച്ചു കഴിഞ്ഞല്ലേ? അതെ. അല്ല, ഇപ്പൊ തൽക്കാലം ഒന്ന് താഴ്ന്നു കൊടുത്തൂടെ? ഞാൻ തീരുമാനിച്ച കാര്യം എങ്ങനെ നടത്തിയെടുക്കണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആന്റി ഇപ്പോ സമാധാനത്തോടെ കിടന്നുറങ്ങി. ഗുഡ് നൈറ്റ്. ശരി, ഗുഡ് നൈറ്റ് മോളെ. ഹേമയുടെ ടെൻഷൻ കണ്ട എല്ലാം അവര് തന്നെ പൊളിക്കണ മട്ടുണ്ട്. അങ്ങനെ സംഭവിച്ച കല്യാണത്തിന്റെ അന്ന് ആദ്യം വീഴാൻ പോകുന്നത് ഹേമയായിരിക്കും.